എപ്പോഴാണ് ഈ മുട്ടുവേദനയ്ക്ക് സർജറി വേണ്ടത്? എത്ര ബാഡാണ് പേഷ്യൻറ്റിനുള്ള സിംറ്റംസ്? ഫോർ എക്സാമ്പിൾ, പേഷ്യൻ്റ് ഭയങ്കര ഫങ്ഷണൽ ലിമിറ്റേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ റെസ്റ്റിംഗ് പെയിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ വിസിബിൾ ഡിഫോമിറ്റി എന്ന് പറഞ്ഞാൽ കാല് ഉള്ളിലോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ വളയുക, അല്ലെങ്കിൽ കാല് മടങ്ങിയിരിക്കുക. ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ് കൂടുതലും മുട്ടുവേദനയ്ക്ക് സർജറി ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത്. മുട്ടുവേദനയുള്ള പേഷ്യൻസിന് ആദ്യമായി നമ്മളൊരു എക്സ്റേക്ക് വിടും. എക്സ്റേ നോക്കിയിട്ട് ഈ പേഷ്യൻ്റ് ഏത് ഗ്രേഡാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇപ്പോൾ യൂഷ്വലി നമുക്ക് 4 ഗ്രേഡ്സ് ഉണ്ട്. ഗ്രേഡ് 1ലും 2ലും മുട്ടുവേദനയ്ക്ക് ആദ്യം നമ്മൾ മരുന്നുകളാണ് കൊടുക്കുന്നത്. മരുന്ന്, ഫിസിയോതെറാപ്പി എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടും പേഷ്യൻറ്റിന് വ്യത്യാസം വന്നില്ല, പേഷ്യൻറ്റിന് വേദനയുണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് റെസ്റ്റ് ചെയ്യുമ്പോൾ വേദനയുണ്ടോ, അല്ലെങ്കിൽ ഫങ്ഷണൽ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും പേഷ്യൻറ്റിനെ സർജറിയിലോട്ട് അഡ്വൈസ് ചെയ്യും. 3യും 4ലും എല്ലാം ഓൾവേസ് സർജറി തന്നെയാണ് ബെറ്റർ. എന്തുകൊണ്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ മുട്ടിൻ്റെ ഉള്ളിൽ തരുണാസ്ഥി ഉണ്ട്. ഈ തരുണാസ്ഥിയിൽ തേയ്മാനം വരുമ്പോൾ പിന്നെയും ഈ മുട്ടിൻ്റെ ജോയിൻ്റ് സ്പേസ് വളരെ കുറയണ സമയത്ത് പേഷ്യൻറ്റിന് വളരെയധികം വേദന, മുട്ടിൽ നീര്, മുട്ടിൽ വളവുകൾ. അപ്പോൾ പേഷ്യൻ്റ് വളരെ ഫങ്ഷണൽ ലിമിറ്റഡ് ആവും. അതിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും സർജറി ചെയ്യുന്നത്. ഇതാണ് സാധാരണ ഒരു നോർമൽ നീ. നോക്കൂ, ഈ സൈഡും നമ്മൾ മീഡിയൽ, ലാറ്ററൽ എന്ന് വിളിക്കും. ഈ 2 സൈഡിലും നമ്മളുടെ ജോയിൻ്റ് സ്പേസ് എപ്പോഴും നോർമലാണ്. അതേ മാത്രമല്ല, ഇതിൽ കാണുന്ന ഈ കാർട്ടിലേജ് എത്ര റെഗുലറായിട്ട് ഇരിക്കുന്നു നോക്കുക. അതേസമയം ഇതാണ് ഒരു തേയ്മാനമുള്ളൊരു മുട്ട്. ഈ മുട്ടിൽ കാണുന്ന ഈ കുനുകുനായുള്ള എല്ലുകളിനെയാണ് ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് തേയ്മാനത്തിൽ കാണുന്ന പുതിയതായി ഉണ്ടാകുന്ന എല്ലുകളാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുന്നെങ്കിൽ ഇതാണ് നമ്മളുടെ നോർമലായിട്ടുള്ള കാർട്ടിലേജ്. ഈ കാണുന്ന റെഡ് കളറിലുള്ളതാണ് യൂഷ്വലി ഈ പറഞ്ഞ പോലെ തേയ്മാനം കാരണം കാർട്ടിലേജുകൾ തേഞ്ഞു പോകുമ്പോൾ ഉണ്ടാവുന്നത്. യൂഷ്വലി ഒരു തെറ്റിദ്ധാരണയുണ്ട്, മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ എന്ന് വെച്ചാൽ മൊത്തം മുട്ടെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുന്നത്. അങ്ങനെയല്ല ഒരിക്കലും. എപ്പോഴും തേയ്മാനമുള്ള പാർട്സുകൾ, അപ്പോൾ അത് നമ്മളുടെ മുകളിലത്തെ എല്ലായ ഫീമർ, താഴത്തെ എല്ലായ ടിബിയ, അതിൻ്റെ പോലെ തന്നെ ചിരട്ട, എപ്പോഴും തേയ്മാനമുള്ള പാർട്സാണ്. അത് മാറ്റിയിട്ടാണ് നമ്മളൊരു പുതിയൊരു ഇംപ്ലാന്റ് അവിടെ വെക്കുന്നത്. യൂഷ്വലി സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ നടക്കാനും കാല് മടക്കാനും കായ് ഉയർത്താനും നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുട്ടിൽ വേദന, നീര്, മുട്ട് വളയ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഒരു ഓർത്തോപെഡിക് സർജനെ കാണിക്കുക.